സ്റ്റുഡൻസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ക്വസ്റ്റൻ ഇതാണ്: 8 അൺബയാസ്ഡ് കോയിൻസ് വെർ ടോസ്ഡ് സൈമൾട്ടേനിയസ്ലി. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഫോർ ഗെറ്റിംഗ്. ഫസ്റ്റ് കേസ് എക്സാക്ട്ലി 4 heads, സെക്കൻഡ് നോ ഹെഡ്സ് അറ്റ് ഓൾ, തേർഡ് വൺ 6 or more heads. എന്താ 8 അൺബയാസ്ഡ് കോയിൻസ് നമ്മൾ ടോസ് ചെയ്യുകയാണെങ്കിൽ 8 കോയിൻസ് ടോസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് താഴെ പറയുന്ന കേസസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ എക്സാക്ട്ലി 4 heads, അതായത് കറക്റ്റായിട്ട് നമുക്ക് 4 ഹെഡ്സ് മാത്രം കിട്ടാനുള്ള പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ സെക്കൻഡ് വൺ നോ ഹെഡ് അറ്റ് ഓൾ, ഒറ്റ ഹെഡും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹെഡ് ഒറ്റയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, നമുക്ക് കിട്ടിയ ഔട്ട്കംസ് മുഴുവൻ ടെയിലാവാം. അങ്ങനെ ഔട്ട്കംസ് മുഴുവൻ ടെയിലാവാനുള്ള പ്രോബബിലിറ്റി. അതേപോലെ തന്നെ 6 or more heads, 6ൽ കൂടുതൽ ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ടോട്ടലി എത്രയാണ്? 8 കോയിൻസാണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. അപ്പോൾ 8 പ്രാവശ്യം നമുക്ക് ഔട്ട്കം കിട്ടും. അതിൽ 6 or more heads, 6ൽ കൂടുതൽ ഹെഡ് മാത്രം കിട്ടാൻ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? 6 കൂടുതൽ ഹെഡ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ ടെയിലാവാനുള്ളതോ ആവാം. അതായത് 6ൽ കൂടുതൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവൻ ടെയിൽ, അങ്ങനെ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന്. ഇത് 3 കേസാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ഫസ്റ്റ് നമുക്ക് എഴുതാം എക്സാക്ട്ലി 4 heads. ഫസ്റ്റ് കേസ് എക്സാക്ട്ലി 4 heads. നോക്കുക, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4. ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? 4 heads ആണ്. സോ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4. അതിന് മുമ്പേ നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ എൻ ഈസ് ഈക്വൽ ടു 8 ആണ്, പി ഈസ് ഈക്വൽ ടു 1/2 ആണ്, ക്യൂ ഈസ് ഈക്വൽ ടു 1 minus 1/2, ദാറ്റ് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, ഇനി ഓരോ കേസിലും n നമ്പർ ഓഫ് ട്രയൽസോ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഇവിടെ എക്സാക്ട്ലി 4 heads ആണ്. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4, എൻ സി എക്സ്, പി റേസ് ടു എക്സ്, ക്യൂ റേസ് ടു n minus x. n 8 ആണ്, എൻ സി എക്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്, എൻ സി 4. ദെൻ 1/2 റേസ് ടു എക്സ്, 1/2 റേസ് ടു n minus x. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 8c4 ഈസ് ഈക്വൽ ടു 8 into 7 into 6 into 5 divided by 4. 4 means 4 factorial. 4 into 3 into 2 into 1 into 1/2 raised to 4, that is equal to 1/16 into again 1/2 raised to 4. 8 minus 4 is equal to 4. So 1/2 raised to 4, 1/16. Okay, ഇത് ഫസ്റ്റ് ഈ പാർട്ട് നമ്മളൊന്ന് സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1680 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 1/16 ഇൻറ്റു 1/16. ദെൻ 1680 divided by 24 is equal to 70 into 1/16 into 1/16. That is equal to 70 into 1/256. That is equal to 70/256. അപ്പോൾ ഫസ്റ്റ് കേസിൽ എക്സാക്ട്ലി 4 heads കിട്ടാനുള്ള 8 കോയിൻസ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഔട്ട്കംസ് ഉണ്ട്? 256 ഔട്ട്കംസ് ഉണ്ട്. അതിൽ എക്സാക്ട്ലി 4 heads മാത്രം കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 70 divided by 256. ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ കേസ് എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കേസ്, സെക്കൻഡ് കേസ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ്സ് അറ്റ് ഓൾ, ഒറ്റ ഹെഡ്സും ഇല്ലാത്ത ഒരു അവസ്ഥ, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. നോ ഹെഡ്സ് ആണ്. സോ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. Then equation ncx, p raised to x, q raised to n minus x. ഇവിടെ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ again 8 തന്നെയാണ് നമുക്കറിയാം. c x is equal to 0. Then 1/2 raised to 0, 1/2 raised to 8. That is equal to 1 into 1 into 1, 256. So 1/256. Okay, ഹെഡ് കിട്ടാനുള്ള ഹെഡ് ഇല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ഇനി തേർഡ് കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്?
പ്രോബബിലിറ്റി ഓഫ് 6 or more ഹെഡ്സ്, 6 or more ഹെഡ്സ്, 6ൽ കൂടുതൽ ഹെഡുകൾ കിട്ടാൻ, 6ൽ കൂടുതൽ ഹെഡുകളോ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 കാണേണ്ടി വരും, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 7 കാണേണ്ടി വരും, അതേപോലെ തന്നെ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 8 കാണാം. എന്നിട്ട് ആ 3 ഔട്ട്കംസും അല്ലെങ്കിൽ 3 കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ടും ആഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6, ദെൻ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 7, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 8, ദെൻ ഇത് 3ൻ്റെ റിസൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏതിലേക്ക് എത്താൻ പറ്റുക, പി ഓഫ് 6 or more ഹെഡ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ ഫസ്റ്റ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ കേസ്, എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ ഫസ്റ്റ് 8 സി 6 1/2 റേസ് ടു 6 1/2 റേസ് ടു 8 മൈനസ് 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 into 7 into 5, 6 into 5 into 4 into 3 divided by NC x ആണ് 1 2 3 4 5 6 ഭാഗം. ഓക്കെ, ദെൻ താഴെ 6ൻ്റെ ഫാക്ടോറിയൽ 6 into 5 into 4 into 3 into 2 into 1 into 1/64 into 1/4. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഈ പാർട്ട് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുന്ന ആൻസർ 20,160 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 1/64 ഇൻറ്റു 1/4. ഇത് മൊത്തം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം 28 ഇൻറ്റു 1/256. ഓക്കെ, ദെൻ ലാസ്റ്റ് നമുക്ക് മൊത്തം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 28 ഇൻറ്റു 256. ഇതെവിടെ നിൽക്കട്ടെ, ഇതെന്താ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6. അതിനകത്ത് നെക്സ്റ്റ് കേസ് എന്താ പറഞ്ഞത്, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 7 ആയ കേസാണ്. ചെയ്ത് നോക്കുക, സെയിം മാനറിൽ ചെയ്ത് നോക്കിയേ. 8C7 പി റേസ് ടു 7 ക്യൂ റേസ് ടു 1 കിട്ടിയത് 8 മൈനസ് 7. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 7ൻ്റെ ഫാക്ടോറിയൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 1/128. 128 കിട്ടിയത് എങ്ങനെയാ, പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഇൻ എ സിംഗിൾ ട്രയൽ, ദാറ്റ് ഈസ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 ആയിരുന്നു. 1/2 റേസ് ടു 7 ഈസ് ഈക്വൽ ടു 1/28 ഇൻറ്റു 1/2. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു പോർഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 40,320 ഡിവൈഡഡ് ബൈ 5,040. ഓക്കെ, into 1/128 into 1/2. That is equal to 8 into 1/256. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് 7, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 7 ആയ കേസാണ്. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 8/256. ഇതും അവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 8 ആവുന്ന കേസ് ചെയ്യുക. സെയിം മാനിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. 8C8 ഇൻറ്റു 1/2 റേസ് ടു 8 1/2 റേസ് ടു 0. ഓക്കെ, 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 7 ഇൻറ്റു 6 into 5 into 4 into 3 into 2 into 1 into 1/256 into 1, that is equal to 1/256. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ടോട്ടൽ കണ്ടാലേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 or more ഹെഡ്സ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയ ഓരോ
റിസൾട്ടും ആഡ് ചെയ്യാം. ഫസ്റ്റ് റിസൾട്ട് എന്തായിരുന്നു? പി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 6i is 28 ഡിവൈഡഡ് ബൈ 256 പ്ലസ് 8 പ്ലസ് 256 പ്ലസ് 1 ബൈ 256 that is equal to 37 divided by 256. എന്താ അതിൻ്റെ അർത്ഥം? 6 അതിൽ കൂടുതലോ ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 37 by 256 ആണ്. ഓക്കെ, ക്ലിയർ?